മുമ്പായതുകൊണ്ട് ആ അഭിനയം എന്ന് പറയുന്നത് റിയൽ ആയിരുന്നു. ഷിനു ശ്യാമളനും ജിൻഡോയും കൂടെയുള്ള അഭിനയം യഥാർത്ഥത്തിൽ ജിൻഡോയുടെ ആറാട്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ തകർത്താടുന്നു എന്ന് പറയില്ലേ, ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു എന്ന്. അങ്ങനെയല്ലേ പറഞ്ഞു? എന്തെങ്കിലും ഞാൻ കുറച്ച് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല, അത്ര. ബിഗ് ബോസിന് ശേഷം എങ്ങനെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു അദ്ദേഹം വിന്നറായി കഴിയുമ്പോൾ ഒരു ഇമേജ് ഉണ്ടാകും. ആ ഇമേജ് കോൺഷ്യസ് എന്ന് പറയുന്ന സാധനത്തിൽ പലപ്പോഴും ചില കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഇതാണ് നിന്നെ കുറിച്ച് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. അത് തെറ്റല്ലല്ലോ. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞാനാളെ ശരിയില്ലാന്ന് അർത്ഥമല്ലേ? അയ്യോ, കുറച്ച് കൂട്ടി, ആളിന്റെ ലെവൽ കൂടിയെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് എന്തായാലും പൊളിച്ചിട്ടുണ്ട്. എന്താ പറയാ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിലിപ്പ് സാറ്, പിന്നെ നമ്മുടെ ഈ സാറ്, നിങ്ങളെല്ലാവരും സത്യത്തിലേക്ക് അഭിനയിക്കാൻ വേണം. അപ്പൊ ഇവരൊക്കെ നമ്മളെ പിടിച്ച് അഭിനയിപ്പിച്ച് ചെയ്തൊരു പടമാണ്. കാരണം എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് കരുതിയില്ല. പക്ഷെ എന്നാലും ഞാൻ എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നല്ലൊരു വിജയമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ ജിൻഡോ, ഞാൻ തന്നെ പറയാൻ ചോദിക്കാമല്ലോ. ജിൻഡോ, അതിനകത്ത് ആൾക്കാരോട് പറഞ്ഞു നല്ല സുന്ദര ഇടികളാണ് കിട്ടിയത്. അതൊന്നുമല്ല സത്യം, എന്റെ അടുത്ത് അറിയായിരുന്നു. അത് കഴിഞ്ഞു സോങ് അടിപൊളിയായിട്ട് ആ ഡാൻസ്, ഷിനു ശ്യാമളനും നീ കൂടെ ഉള്ള ആ ഡാൻസ് തകർത്ത് ചെയ്തില്ലേ? ചെയ്തില്ലേ? പിന്നെ സത്യം പോയിട്ട് ഒരു വലിയ ഡാൻസ് കളിച്ചറിയാമല്ലോ. ആ ഡാൻസ് കൊണ്ട് ലെവല് മാറിപ്പോയി. എന്തായാലും നമ്മൾക്ക് എപ്പോഴും ഓരോരുത്തരും എന്ത് കാര്യം പറഞ്ഞു തരുമ്പോ ജന്മന എല്ലാവർക്കും ഓരോ വാസന ഉണ്ടാവും അല്ലേ? എന്താ പറയാ, അത് എല്ലാവർക്കും പറയേണ്ട ആവശ്യമില്ല. വീണ്ടും പറയണോ? സന്തോഷം വരുമ്പോൾ തെളിച്ചാടാനും സങ്കടം വരുമ്പോൾ പൊട്ടിക്കറിയുവാനും മുഖത്ത് സ്വേദപാതങ്ങൾ വരുത്താനുള്ള കഴിവ് മനുഷ്യന് ജന്മസിദ്ധമാണ് അല്ലേ? നമ്മുടെ അഭിനയൊക്കെ തന്നെ അങ്ങ് വരും, എല്ലാവർക്കും വരും. അഭിനയിക്കുന്ന അതിലൂടെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. എല്ലാവർക്കും ഉണ്ട് കഴിവ്, എല്ലാവർക്കും എല്ലാ ബുദ്ധിയും കൊടുക്കുന്നുണ്ട്. ഏത് ബുദ്ധി എടുത്ത് പ്രയോഗിക്കണമെന്ന് നമ്മൾ ആ സമയത്ത് തീരുമാനിച്ചാൽ മതി അല്ലേ? സത്യം പറയാലേ? സത്യം പറയണ അത് പറയണം, നീ കൃത്യമാണ്. കാരണം ഇവര് ചോദിച്ചു ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പോയി എടുക്കുന്നു. അല്ല അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഒരു ബാറിലായിരുന്നു ശരിക്കും പറഞ്ഞ ഗരുഡ ബാറിലാണ്. ഗരുഡ തൃശ്ശൂർ ബാറിലായിരുന്നു എന്റെ ഷൂട്ടായിരുന്നു. ബാറിനുള്ളിൽ ഫാമിലി സർക്കസ്, ഞങ്ങൾ ഫാമിലി സർക്കസ് പണം. അപ്പൊ ഞങ്ങൾ അവിടെ ചില്ല് ചെയ്ത് അടിച്ചു പൊളിക്കുന്ന സാധനമായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചായ വെള്ളം കുടിച്ചു, ആള് ഒറിജിനൽ വെള്ളം കുടിച്ചു, അത്ര ഉള്ളൂ അല്ലേ? ഒറിജിനൽ വെള്ളം കുടിച്ചപ്പോ ഒറിജിനലായിട്ട് അഭിനയിക്കാൻ പറ്റി. അത്